എന്നുള്ളതാണ്. കേരളത്തിൽ ഭരണം ലഭിക്കും എന്ന ഉറച്ചു തന്നെ പ്രതീക്ഷിക്കുന്ന UDF. തുടർ നടപടികളിലേക്ക് കടക്കുന്നു കോൺഗ്രസ്. മറ്റന്നാൾ AICC നിരീക്ഷകർ പങ്കെടുക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി ചർച്ചയിൽ MLA-മാർ, KPC ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, ഘടകകക്ഷികൾ എന്നിവരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് തേടും. ഈ മാസം 8-നും 10-നും ഇടയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് പ്രഖ്യാപിക്കാനാണ് നീക്കം. അലക്സ മുഹമ്മദ് വിവരങ്ങൾ വച്ചിരുന്നു. അലക്സ്, ഞാൻ മനസ്സിലാക്കുന്നത് 85 മുതൽ 95 വരെ സീറ്റുകൾ എന്നുള്ളതാണ് AICCയുടെ സർവേ. 3 സർവേകൾ അവർ നടത്തിയിട്ടുണ്ട്. കനകോലു സർവേ അത് വേറെ. അപ്പോൾ എന്തായാലും അവർ ഭരണം ഉറപ്പിക്കുന്നു. ഭരണം ഉറപ്പിച്ച മട്ടിൽ ഒഫീഷ്യലി തന്നെ എന്താണ് അടുത്ത ബാക്കി കൂടിയാലോചനകൾ, ബാക്കി ഫോർമേഷൻസ് എന്ന സീരിയസ് ആലോചനകളിലേക്ക് കടന്നു കഴിഞ്ഞോ കോൺഗ്രസ്? അലക്സ്. ഹാഷ്മി, കേരളം എഴുതിയ വിധി എന്തെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആ വിധി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഉറച്ചു പ്രതീക്ഷിക്കുകയാണ് UDF. പുറത്തു വന്ന സർവേകൾ, അത് പ്രീപോൾ സർവേ ആകട്ടെ, എക്സിറ്റ് പോളുകളാകട്ടെ, സ്വന്തം നിലയ്ക്ക് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ സർവേകളാകട്ടെ, ഇനി അതല്ല കനകോല നടത്തിയ സർവേ ആകട്ടെ, രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ സർവേ ആകട്ടെ, അതിലെല്ലാം തങ്ങൾ മുന്നിലേക്ക് എത്തുന്നു എന്നാണ് കോൺഗ്രസ് UDF അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഒരു 85 മുതൽ 95 സീറ്റ് വരെയോ 80 മുതൽ 90 സീറ്റ് വരെയോ ഒരു ഏകദേശ ധാരണ, ഒരു ശരാശരി എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട് അവരുടെ ഭൂരിപക്ഷം. പക്ഷെ ഒരു തരംഗം ഉണ്ടായാൽ അത് 100-ന് മുകളിലേക്ക്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 100-ന് മുകളിലേക്ക് തങ്ങളുടെ സീറ്റുകളുടെ എണ്ണം പോകുമെന്നാണ് കോൺഗ്രസിന്റെ പൊതുവെയുള്ള ധാരണയും വിശ്വാസം. UDF പ്രവർത്തകർ അങ്ങനെ കരുതുന്നു. ആ വിശ്വാസത്തിൽ ഉറച്ചു തന്നെ കോൺഗ്രസ് തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. അതായത് കേരളത്തിൽ ഭരണമാറ്റം ഉറപ്പ്, കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും എന്നത് ഉറപ്പിച്ച് അവർ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇലക്ഷന്റെ തൊട്ടടുത്ത ദിവസം, അതായത് 5-ാം തീയതി AICC നിരീക്ഷകർ പങ്കെടുക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവ് ആരാണ്, മന്ത്രിമാരാരൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആ യോഗത്തിൽ നടക്കുമെന്ന് അറിയാൻ കഴിയുന്നു. MLA-മാരുമായി വിശദമായ ചർച്ച, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ MLA-മാർ AICC നിരീക്ഷകരോട് തങ്ങളുടെ അഭിപ്രായങ്ങൾ അവർ പങ്കുവയ്ക്കുമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. 6-ാം തീയതി ഘടകകക്ഷികളുമായുള്ള ചർച്ച തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. 7-ാം തീയതി നേതാക്കൾ ഡൽഹിയിലേക്ക് പറക്കും. ഹൈക്കമാൻഡുമായി അവിടെ നിർണായക ചർച്ചകൾ, പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളാണ് കേരളത്തിൽ നിന്ന് എത്തുക. ഹൈക്കമാൻഡുമായി പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കും. ഇതിലേറ്റവും പ്രധാനം ഈ മുഖ്യമന്ത്രി ആരാകണം എന്ന് തീരുമാനമെടുക്കുക. പൊതുവെ ഒരു UDF-മായി ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം അഭിപ്രായം തേടിയതിനു ശേഷമായിരിക്കുമെന്നാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത്. അത് MLA-മാർ, ഒപ്പം മുതിർന്ന നേതാക്കൾ, ഒപ്പം UDF-ലെ ഘടകകക്ഷികൾ തുടങ്ങി വിവിധ UDF-മായി അടുത്തു നിൽക്കുന്നവരുമായി എല്ലാം ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ഹൈക്കമാൻഡ് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം, എന്തിന് 3 പേരുകൾ മാത്രം ചുരുങ്ങുന്നു മുഖ്യമന്ത്രി ചർച്ച എന്നുള്ളതാണ്. അത് രമേശ് ചെന്നിത്തലയാകട്ടെ, VD സതീശനാകട്ടെ, KC വേണുഗോപാലാകട്ടെ, ആ 3 പേരുകളിലാണ് മുഖ്യമന്ത്രി ചർച്ച പുരോഗമിക്കുന്നത് UDF-നുള്ളിൽ. എന്തിന് അതിൽ മാത്രം ഒതുങ്ങുന്നു? കൂടുതൽ പേരുകൾ വരട്ടെ എന്ന് AICC പറയുന്നുണ്ട്. വനിതാ പ്രാതിനിധ്യം വരട്ടെ എന്ന് പറയുന്നുണ്ട്. യുവ പ്രാതിനിധ്യം വരട്ടെ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പരിഗണനയ്ക്ക് വരും. പക്ഷേ അതൊക്കെ അവസാന ഘട്ടത്തിൽ മറ്റ് ഫോർമുലകൾ കൂടിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവസാന ഘട്ടത്തിൽ തീരുമാനം വരിക. പക്ഷെ പരിഗണനയ്ക്ക് അവരുടെ കൂടി പ്രതിനിധികൾ വരട്ടെ എന്ന് AICC വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി AICC അറിയിക്കുന്നത്, ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭൂരിപക്ഷം നേടിയതിനു ശേഷം ഒരു നേതാക്കൾക്ക് വേണ്ടിയും അണികളോ പ്രവർത്തകരോ തെരുവിലിറങ്ങാൻ അനുവദിക്കില്ല എന്ന കർശന നിലപാട് AICC സ്വീകരിക്കും എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതായത് അങ്ങേയറ്റം ഉറച്ച പ്രതീക്ഷയിൽ UDF നിൽക്കുന്നു. കോൺഗ്രസ് ഭരണം ഉറപ്പിച്ച മട്ടാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം നേടിയതിനു ശേഷമുള്ള തുടർ നടപടികൾ, ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള ദിവസങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ 5 എന്നുള്ളത് ഒരുപക്ഷെ 6 ആകാം. അതായത് 2 ദിവസത്തെ വ്യത്യാസം വരാനുള്ള സാധ്യത കൂടി അവർ പറയുന്നുണ്ട്. അതായത് AICC നിരീക്ഷകർക്ക് ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നതിനുള്ള കാലതാമസമാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും 5 അവർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നു. അത് പക്ഷേ 6 ആകാം. 8-നും 10-നും ഉള്ളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണെന്നറിയാം. ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.